വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ദൈവം നമ്മുടെ കൂടെ നമ്മളെ ഓരോരുത്തരെയും വഴി നടത്തും. നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് നമ്മൾ മുമ്പോട്ട് പോവുക. യോനായോട് ദൈവം തമ്പുരാൻ പറഞ്ഞു, നീ നിനവയിലേക്ക് പോകാൻ പറഞ്ഞു. പക്ഷേ യോന എങ്ങോട്ടാണ് പോയത്? യോന നിനവയിലേക്ക് പോകാതെ തർശീശിലേക്കാണ് പോയത്. കപ്പലിൽ കയറി. കപ്പലിൻ്റെ പ്രയാസം ഉണ്ടായി. അതിലുണ്ടായിരുന്നവരൊക്കെ യോനായെ എടുത്ത് വെള്ളത്തിലേക്ക് ഇട്ടു. എങ്കിലും കർത്താവ് യോനായെ വിടുവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പ്രയാസങ്ങൾ, അനർത്ഥങ്ങൾ, രോഗങ്ങൾ ഒക്കെ ഉണ്ടായാലും അതിൽ നിന്ന് വിടുവിക്കാൻ സർവശക്തനായ ദൈവത്തിന് സാധിക്കും. പക്ഷെ ആരെ നമ്മൾ അനുസരിക്കണം? ദൈവത്തെ അനുസരിക്കണം. ദൈവത്തെ നമ്മൾ അനുസരിക്കുന്നവരായി തീരണം. അത് യോന ദൈവം പറഞ്ഞത് അനുസരിച്ചില്ല. അതുകൊണ്ട് യോനയുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളാണ് ഉണ്ടായത്. യോന അവസാനം അയ്യം വിളിച്ചു ഒത്തിരി നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. അപ്പം യോനയുടെ നിലവിളി ശബ്ദം കേട്ട് ദൈവം തമ്പുരാൻ കനിഞ്ഞ് യോനയെ രക്ഷിക്കുക. ഇതുപോലെ ഉണ്ടാവുമെന്നുള്ളത് ദൈവത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ട് യോനായ കറക്റ്റ് സമയത്ത് ദൈവം തമ്പുരാൻ വിടുവിക്കുകയാണ് ചെയ്തത്. അപ്പം നമ്മളിൽ പ്രയാസങ്ങൾ വരുമ്പോൾ നമ്മളെ ആ തക്ക സമയത്ത് വിടുതലിൻ്റെ കരം നീട്ടാനായിട്ട് ദൈവത്തിന് സാധിക്കും. ദൈവത്തിൽ ആശ്രയിച്ച് നമ്മൾ ഓരോരുത്തരും യാത്ര ചെയ്യുക. ദൈവവചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയൊക്കെ ചെയ്ത് നമുക്ക് മുമ്പോട്ട് പോയാൽ കർത്താവിൻ്റെ സാന്നിധ്യത്തെ കർത്താവ് നമ്മളെ നിറയ്ക്കും. അപ്പോൾ അതിൽ പ്രായം മുതൽ നമ്മുടെ മരണം വരെയും കർത്താപ്പച്ചനാണ് നമ്മളെ പരിപാലിക്കുന്നത്, ഉള്ളം കാത്ത് വഹിക്കുന്നത്, ഉയരത്തിൽ ഞാൻ തന്നിറയ്ക്കുന്നത്. അവസ്ഥയിൽ നിന്ന് ക്ഷീണാവസ്ഥയിൽ നിന്നെല്ലാം വിടുവിക്കാൻ സർവശക്തനായ ദൈവത്തിൻ്റെ സാധിക്കും. അങ്ങയുടെ മാറിച്ചായിക്കൊണ്ട് നമുക്ക് ഓരോരുത്തർക്ക് യാത്ര ചെയ്യാം. രോഗത്തിൽ നിന്നും ക്ഷീണത്തിൽ നിന്നും എല്ലാം വിടുവിക്കാനായിട്ട് നമ്മൾ യാത്രകൾ ചെയ്യുമ്പോൾ, നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളെ വഴി നടത്തും. അതാണ് ജീവൻ്റെ ഉറവിടം ക്രിസ്തുവത്രേ. ജീവൻ്റെ ഉറവിടം ആരാണ്? ക്രിസ്തുവാണ്. ദൈവമേ നിനക്ക് സ്തോത്രം പാടിയിടും. അതായത് സ്തോത്രം പാടേണ്ടത് ആർക്ക് വേണ്ടിയിട്ടാണ്? ദൈവത്തിന് വേണ്ടിയിട്ടാണ്. ആനന്ദമേറും നിൻ ജീവകാലം മഴയും നീഴൽ പോലെ. ആനന്ദമേറുന്ന നമ്മുടെ ജീവിതകാലം മറിയുന്ന, അതായത് ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു നിമിഷമുണ്ട്. ആ നിമിഷത്തിലും നമ്മുടെ കൂടെ ഇരുന്ന് വഴി നടത്തുവാനായിട്ട് നമ്മുടെ ആത്മാവിനെ മതി ദൈവത്തിന്. അപ്പം നമ്മൾ ഈ പ്രയാണത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ഈ ആത്മാവിനെ നമ്മൾ നേടിയെടുക്കണം. മറ്റുള്ളവരുടെ ആത്മാവിനെ നമ്മൾ നേടിയെടുക്കണം. ദൈവത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയണം. നമ്മുടെ കർത്താവിൻ്റെ വചനം വായിക്കണം, പ്രാർത്ഥിക്കണം, ആരാധിക്കണം. നമ്മൾ സന്തോഷത്തോടു കൂടി ദൈവത്തിൽ ആശ്രയമായ കോട്ടയെ കാവലായിരിക്കാൻ സർവശക്തനായ ദൈവത്തിന് സാധിക്കും. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.